ഹായ് വെൽക്കം ബാക്ക്. നമ്മുടെ വ്ളോഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് നമ്മുടെ സെന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ സെന്നിലാണ്. കുറേ നാളായിട്ടുണ്ട് നമ്മുടെ സെന്ന് പുറത്തോട്ടൊക്കെ ഇറക്കിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് പൊല്യൂഷൻ തീർന്ന് കിടക്കുകയെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കുറച്ച് മെക്കാനിക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ഓയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചതിന് ശേഷം നമ്മുടെ വണ്ടി കഴുകി നല്ല കുട്ടപ്പനാക്കി നമ്മുടെ പുറകിലിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ആലപ്പുഴ തന്നെയുള്ളൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രമീള ഗ്രൂപ്പ് എന്നാണ് അവരുടെ പേര്. ആ ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേര്. അപ്പോൾ അവർ വന്ന് വണ്ടിയൊക്കെ വാഷ് ചെയ്ത് നല്ല പക്കയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പുറകിലായിട്ട് കാണാൻ പറ്റും നമ്മുടെ കോളിസില്ല. കോളിസ് ഞാനിങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കോളിസിൻ്റെ അലോയ്സ് നമ്മൾ മാറി ഒരു കിഡിലൻ അലോയ് വീല് നമ്മുടെ കോളിസിലേക്ക് GTR പ്രോയുടെ വീല് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോളിസിൽ കിടന്ന വീല് നമ്മൾ ഇന്ന് നമ്മുടെ സെന്നിലേക്ക് കയറ്റാൻ പോവാണ്. നമ്മുടെ സെന്നിൽ കിടക്കുന്നത് ഈ വീലാണ് കേട്ടോ. ഈ നമ്മുടെ സെന്നിൽ കിടക്കുന്ന വീലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ആ ഒരു വീല് നമ്മൾ മാറിക്കൊണ്ട് നമ്മുടെ 800 കിടക്കുന്ന വീല് ഞാൻ കാണിച്ചത്. നമ്മുടെ സെന്നിൽ കിടക്കുന്ന വീലാണ് നമ്മുടെ അടുത്ത് 800 ഇട്ടിരിക്കുന്നത്. കണ്ടത് ഇത് കണ്ടോ, നമ്മുടെ 800 കിടക്കുന്നത് ഈ വീലാണ്. എനിക്ക് നമ്മുടെ ഒരു 800ൻ്റെ ഈ ഒരു വീല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സെയിം ടൈപ്പ് വീല് നമ്മുടെ സെന്നിന് 14 ഇഞ്ച് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കോളിസിൽ ആ ഒരു വീല് കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു വീല് കോളിസിൽ ഇപ്പോൾ നമ്മൾ പുതിയ വീൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ വീലെടുത്ത് നമ്മുടെ സെന്നിലേക്ക് നമ്മൾ ഇടാൻ പോവാണ് 14 ഇഞ്ച്. അതേപോലെ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്ന് കിടക്കുകയാണ്, വണ്ടിയുടെ പൊല്യൂഷനും എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫോളോ ചെയ്ത് കൂടിയോ. ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ വ്ളോഗ് ചാനലിൽ വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മൾ പുതിയ അലോയ് മേടിച്ച പെട്ടിയാണ്. അപ്പോൾ നമ്മുടെ കോളിസിൽ കിടന്ന അലോയ്സ് ഞാൻ എടുത്തത് ഇതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കോളിസിൽ ഇരുന്ന അലോയ്. അപ്പോൾ ഈ സെയിം വീലാണ് നമ്മുടെ 800 കിടക്കുന്നത്. അത് 13 ഇഞ്ചാണ്, പക്ഷേ ഇത് വരുമ്പോൾ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇളക്കി മാറ്റണം. ഈ കാണുന്ന വീല് 14 ഇഞ്ചാണ്, ഫുള്ളി റീപെയിൻറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. ഈ സ്പോക്ക് ഉണ്ടല്ലോ, വീതി കൂടിയ സ്പോക്കാണ് വരുന്നത് സെന്നിന്. അതേപോലെ തന്നെ നമ്മുടെ കോളിസ് 800 ഇടാൻ പറ്റുന്ന വീലാണ്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ പോവാണ്. അതായത് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഈ വീലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും സെന്നിന് അല്ല 800ന് കോളിസിന് 114 PCD നോക്കുന്ന അലോയ്സ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മാനേജറുടെ നമ്പറാണ്. അപ്പോൾ അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കണ്ട. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. എൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ പറയുന്നതായിരിക്കും കേട്ടോ. റേറ്റ് എന്തായാലും പറഞ്ഞേക്കാലോ ഇറങ്ങേ അല്ലേ. നമ്മളൊരു 15 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ അലോയ്സ് എടുത്ത് ഫുള്ളായിട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടാണ് സാധനം വെച്ചിരിക്കുന്നത്. 15,000 രൂപയാണ് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതല്ല കൊടുക്കാനിട്ടിരിക്കുന്നത്, നമ്മുടെ സെന്നിൽ കിടക്കുന്ന വീലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഈ വീലെടുക്കുക. ഇത് കണ്ടോ, അതെ നമ്മുടെ വീല് നമുക്ക് എടുത്ത് വെച്ചേക്കാം. ഇത് നല്ല പക്ക ഫിനിഷിങ് കേട്ടോ. നമ്മളെല്ലാ വീലെടുത്താലും നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാകും കേട്ടോ. അതെ നമ്മുടെ അടുത്ത വീല്. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് നമ്മുടെ സ്പ്രേ ക്യാനിൻ്റെ അടപ്പ. കാരണം എന്ന് വെച്ചാൽ ഈ കോളിസിൻ്റെ ഈ സെൻറ്റർ ക്യാപ്പ് കറക്റ്റായിട്ട് കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ സ്പ്രേ ക്യാൻ്റെ അടപ്പെടുത്ത് കട്ട് ചെയ്ത് കയറ്റി ഒട്ടിച്ച് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ പുതിയ വീലായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ പുതിയ വീലല്ല. കണ്ട നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അവന്മാർ നമുക്ക് കോയമ്പത്തൂരും തന്നു വിട്ടത് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ പോയാട്ടോ നമ്മുടെ കോളിസിലേക്ക് അലോയ് വീൽ ഇട്ടത്. അപ്പോൾ അതെ നമ്മുടെ അലോയ്സ് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ തൊട്ട് കയറ്റാൻ പോവാണ്. ആമി വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്തേ. മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സെൻ്റെ താക്കോലെ. നമ്മുടെ വണ്ടി അൺലോക്ക് ചെയ്ത് നേരെ വണ്ടിയുടെ ബാക്കിലെ സീറ്റിലോട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നേരെ കയറ്റുവാണ് നമ്മുടെ നമ്മുടെ RC കുറിസി വീലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെ താഴെയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇരിക്കുവാണ്. കുറേ നാളായി കേട്ടോ നമ്മുടെ സെന്നിൻ്റെ അകത്ത് കയറിയിട്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ. ഇതിൽ നമുക്ക് വൈഡ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ സെന്നിൻ്റെ സ്റ്റിയറിങ്. നമ്മുടെ ഇൻറ്റീരിയറിൽ അതേ 2 സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതെ ഇതൊരു സ്ക്രീൻ, പിന്നെ നമ്മുടെ അടുത്ത സ്ക്രീൻ കണ്ടോ. അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. എപ്പോഴും ഞാൻ നീറ്റായിട്ടേ നോക്കത്തുള്ളൂ. വണ്ടി ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെ പുറത്തിറക്കത്തുള്ളൂ, പക്ഷെ വണ്ടി വൃത്തിയായിട്ട് വീട്ടിൽ കിടക്കത്തുള്ളൂ. നമ്മുടെ ഒരു സാധനമാണ്. പോയേക്കാം. ഓക്കെ, ഐഫോൺ വേണ്ട. ഓക്കെ, ഇതാണ് എൻ്റെ അനിയൻ, ഇവനാണ് എൻ്റെ ക്യാമറമാൻ. ഇത് അവൻ്റെ അനിയൻ RC കുർസി. വണ്ടി പൊല്യൂഷൻ സെൻ്ററിൽ കൊണ്ടിട്ടുണ്ട്. ഇനി പൊല്യൂഷൻ കിട്ടുമില്ല എന്നാണ് സംശയം. കാരണം പഴയ വണ്ടിയൊക്കെ പൊല്യൂഷൻ നോംസ് ഒക്കെ ഒരുപാട് മാറിയുകൊണ്ട് പൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടിയില്ല, ആദ്യത്തെ ട്രൈ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കുറച്ച് ദിവസം എടുക്കാതിട്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് മറ്റേ കാർബൺ മോണോക്സൈഡ് അളവ് കൂടുതലാണ്. വണ്ടി കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നല്ലപോലെ ഒന്ന് ഓടിയിട്ട് വരാൻ പറഞ്ഞു പുള്ളി ആ റീഡിങ് നോക്കിയപ്പോഴത്തേക്കും കൂടുതലാണ് കാണിച്ചത്. വലിയ കൂടുതലൊന്നുമല്ല, 0.5 ആണ് വേണ്ടത്. നമുക്ക് 1.5 കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയൊന്ന് ഓടിച്ച് നല്ലപോലെ ഓടിയിട്ട് വരാൻ പറഞ്ഞു. ഓടി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അങ്ങനെ നമ്മുടെ ആറ്റത്തിന് പൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യം എടുത്തിട്ട് കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി
കുറച്ച് ദിവസമായി എടുത്തിട്ട്, ഒരാഴ്ചയോളം എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റ് വരും, കിട്ടത്തില്ല. അപ്പം നമ്മൾ വണ്ടി സൈലൻസറൊക്കെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് കിടന്ന ഒരു കാർബൺ കത്തിയിട്ട് നമുക്ക് കൂടുതൽ പൊല്യൂഷൻ കാണിക്കും. അത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും കൂടുതൽ കാണിക്കും. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പം നമ്മുടെ വണ്ടി ഒരു കുഴപ്പമില്ല, ചെറുക്കൻ അങ്ങനെ പൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അലോയ് വീലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴയ വീലിന്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാലും മറക്കണ്ട, നമ്മളൊരു 15 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാനിരിക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ട്രാക്ക് ഓൺ കൊറിയറിലാണ് കേട്ടോ. അർസി കാണിച്ചു കൊടുത്ത് എന്തോ വന്നതെന്ന്. അപ്പോൾ നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ അനിയൻ്റെ ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കോളിസിൽ വെക്കാനുള്ള റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീനും നമ്മുടെ ക്യാമറയും കൂടെ കേട്ടോ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ വണ്ടി റിവേഴ്സ് ക്യാമറ ഇല്ലാതെ ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു കിളി വേണം ആ വണ്ടിക്ക്, എപ്പോഴും ഒരാൾ കൂടെ വേണം, എന്നാൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റില്ല. സ്ഥിരമായിട്ടുള്ള കിളി ഇവിടെ ഇരിപ്പുണ്ട്. അല്ലേ കിളി, നിന്റെ പണി റിവേഴ്സ് എടുക്കാൻ ഭയങ്കര പാടാണ്, പുറകെ പോയി നോക്കണം. അതെ, ആ വണ്ടി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ക്യാമറ പിടിപ്പിക്കാൻ, ഒരു സ്ക്രീൻ പിടിപ്പിക്കാനുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഇത് വാങ്ങി വെക്കാതെ ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ള റിവേഴ്സ് ക്യാമറയും സ്ക്രീനുമാണ് ഇത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിക്ക് വന്ന റിവേഴ്സ് ക്യാമറയും ക്യാമറ ഇത് സ്ക്രീനിൻ്റെ ഈ കാണുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും ക്വാളിറ്റി ഈ സാധനത്തിനില്ല, അല്ലേ? ഈ സാധനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഇതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ അയക്കുക. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങളത് കാണിക്കണമല്ലോ. ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ, അന്യായ മഴ. എടുത്തു നിങ്ങളെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഒന്ന് കാണിക്കണമല്ലോ. വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയും വണ്ടി നല്ല കുളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെന്നിൽ അങ്ങനെ നമ്മൾ അലോയ് വീൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഔട്ടർ എടുക്കുന്നത് ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ടി മൊത്തം കുളമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ നമ്മുടെ വീല് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ വരുന്ന വഴി ചെളിയടിച്ച് കയറി ഇവിടെ അത്യാവശ്യം കാണാമല്ലോ, ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീല്. അപ്പോൾ ഇത് കണ്ടോ, ഈ നടുക്കത്തെ ഈ ഒരു സെൻറ്റർ ക്യാപ്പ് കണ്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താ സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലെ ക്യാപ്പ് കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സൂത്രപ്പണി ചെയ്തതാണ്. ഇതിൻ്റെ അത് ഇച്ചിരി ഫിനിഷിംഗ് പരിപാടി കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് സെറ്റാക്കി ചെയ്യണം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീല്. അത്യാവശ്യം നല്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ 800 കിടക്കുന്ന, നമ്മുടെ സെന്നി കിടന്ന പഴയ വീലാണ് 800 കിടക്കുന്നത് 13 ഇഞ്ച്. ആ ഒരു വീലിന് തന്നെ 14 ഇഞ്ചാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയറൊക്കെ കയറിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് അടിപൊളി മാറിയെന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീല് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീൽ എന്തായാലും നമ്മൾ കൊടുക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ആ റേറ്റിന് നമുക്ക് എന്തെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നമ്മൾ പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് കൊറിയറും ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിന്ദ് സൈനിങ് ഔട്ട്.